2 ദിവസം മുന്നേ ഞാൻ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അന്ന് വാഷിംഗ് മെഷീനിന്റെ സ്മെല്ല് ഒക്കെ നല്ല പോലെ മാറിയിരുന്നതോ. പക്ഷെ ഇന്നലെ ഞാൻ ഡ്രസ്സ് അലക്കിയപ്പോൾ ആ ഡ്രസ്സിന് ഒരു സ്മെല്ല്, ഒരു വാഷിംഗ് മെഷീന്റെ ഉള്ളിലത്തെ എന്താന്ന് അറിയൂല, ഡ്രസ്സ് ഒരു സ്മെല്ല്, ഒരു വൃത്തികെട്ട സ്മെല്ലില്ലേ അലക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ സ്മെല്ല് വന്ന്. അപ്പൊ എനിക്ക് എന്താ അറിയില്ല, പക്ഷെ ഞാൻ അത്രയും ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. ഒരു കച്ചറയും വാഷിംഗ് മെഷീനിൽ അപ്പം ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ സ്മെല്ല് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബ് ഒന്ന് തപ്പി നോക്കുകയാണ് എന്താ ഒരു മാർഗം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ടിപ്പ് കണ്ടു. നമ്മളൊരു നാരങ്ങ മുറി എടുത്തിട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഇടുക, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ആ വാഷിലിട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവര് പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ എനിക്ക് പേടിയുണ്ട് ട്ടോ. കാരണം സുർക്കയും നാരങ്ങയാണ് ഇടുന്നത്. അപ്പം തുരുമ്പ് പിടിക്കാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ആ ഒരു പേടി എനിക്കുണ്ട്. പക്ഷെ എന്തായാലും ആ സ്മെല്ല്, നമ്മള് വാഷ് ചെയ്യുന്ന ഡ്രസ്സിന് ആ സ്മെല്ല് ഉണ്ടാകുമ്പോൾ സഹിക്കാൻ കഴിയാത്തതല്ലേ. അപ്പൊ നമ്മൾ വൃത്തിയാവാൻ വേണ്ടിയിട്ടാണല്ലോ വാഷ് ചെയ്യുന്നത്. പിന്നെ സ്മെല്ല് ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത് അതുകൊണ്ടുള്ള ഗുണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ ഇതെങ്കിലും ഇത് എഴുതിയിട്ട് വിചാരിച്ചിട്ട് ചെയ്യാണ്. അപ്പൊ വേറെ എന്തെങ്കിലും ടിപ്പ് അറിയുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം ട്ടോ. അപ്പൊ ദാ ഞാൻ നല്ല പോലെ വാഷിലിട്ടിട്ട് കറക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ സോപ്പ് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് ആ വിനാഗിരിയും അതുപോലെ തന്നെ ആ നാരങ്ങേന്റെയും ആ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. സത്യമായിട്ട് ഞാൻ സോപ്പ് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അത് കറങ്ങുന്നുണ്ട്. പിന്നെ അത് കറക്കിയതിന് ശേഷം പിന്നെ നല്ല സ്മെല്ലായിരുന്നു ട്ടോ എനിക്ക് വാഷിംഗ് മെഷീനിൽ കിട്ടിയത്. പക്ഷെ ഡ്രസ്സ് അലക്കിയതിന് ശേഷം വീണ്ടും എനിക്ക് പണി കിട്ടി ഗൈസ്. ഡ്രസ്സ് ഇതാ ടൂത്ത് പേസ്റ്റിന്റെ സ്മെല്ലായിരുന്നു. പിന്നെ ഡ്രസ്സ് അലക്കിയതിന് ശേഷം ഞാൻ ചിക്കിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടോ. ഞാൻ അപ്പോഴൊന്നും ഡ്രസ്സ് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടില്ല. ചിക്കിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ എവിടുന്നൊക്കെ ടൂത്ത് പേസ്റ്റിന്റെ സ്മെല്ല് വരുന്നത് വിചാരിച്ചിട്ട് ഡ്രസ്സ് മണത്ത് നോക്കിയപ്പോൾ ആ ടൂത്ത് പേസ്റ്റിന്റെ സ്മെല്ല്. അതിനുശേഷം ഞാൻ ചിക്കാതെ വീണ്ടും രണ്ടാമതും കൊണ്ടുവന്നിട്ട് വീണ്ടും ഞാനത് ഒരു പ്രാവശ്യം കൂടെ വാഷ് ചെയ്തിട്ട് വീണ്ടും ഞാനത് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തോടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്നോ അതും എനിക്കറിയില്ല. എന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു ടിപ്പ് പറഞ്ഞു തരണം. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ എന്നാ പറയുന്നല്ലേ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. ഓക്കെ ബൈ.